പക്ഷെ ഇപ്പൊ നമ്മുടെ അവസ്ഥ വളരെ മോശമായി. വിചാരിക്കാത്ത കുറച്ച് പണി നമുക്ക് കിട്ടി. വീഡിയോ ചെയ്യുന്ന ഒരാൾക്കറിയാം, ഒരു യാത്രക്കാരന്റെ ബുദ്ധിമുട്ടെന്നാണ് ഒരാൾക്കറിയാം. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ വന്ന അനുഭവത്തിൽ പറയുകയാണ്, ഈ ഒരു മഴപ്പെടും നല്ല മഴയാണ്, റോഡൊക്കെ നന്നായിട്ട് തെന്നി കിടക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരുന്നവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ നമ്മള് തിരുച്ചിറപ്പള്ളി എത്തി. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. മറ്റൊരു ദിവസത്തേക്ക് സ്വാഗതം. ചെന്നൈ വിട്ടു, 100 കിലോമീറ്റർ കഴിഞ്ഞു. സമയം 8 മണിയാവുന്നു. നല്ല മഴയാണ്, വണ്ടി സ്പീഡിൽ ഓടിക്കാൻ പറ്റുന്നില്ല. ഒരു ചായ ബ്രേക്ക് നിർത്തിയാണ്. നല്ല മഴ കൂടി. ഇന്ന് ഡിണ്ടിഗൽ പോകണം, ഡിണ്ടിഗലിൽ ബിരിയാണി അടിക്കണം, അതാണ് മെയിൻ. പിന്നെ അവിടുന്ന് നേരെ കന്യാകുമാരി. നാളെ രാവിലെ സൺറൈസ് വന്നു അവിടുന്ന്. കന്യാകുമാരി ഇപ്പോൾ എങ്ങനെയാലും 7 മണി 6 മണി 7 മണിയാവും, കാരണം അത്രയ്ക്കും മഴയാണ്. റോഡ് നല്ല റോഡാണ്, പക്ഷെ ഭയങ്കര മഴയാണ്. യാത്രയിൽ നമ്മൾ പലതരം വിചിത്ര കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അതിലൊന്ന് ഇതാണ്. ഇത് 2 തട്ടായിട്ടാണ് ഈ വണ്ടി ഉള്ളത്. വണ്ടീൻ്റെ താഴെ, വണ്ടീൻ്റെ ആദ്യ തട്ട് മൊത്തം ആടുകളാണ്, മൊത്തം ആട്. രണ്ടാമത്തെ തട്ട് പകുതി ആടുകൾ, പിന്നെ പകുതിയല്ല, ഏതാണ്ട് പകുതി വരുന്നത് ഒരു ബെറ്റ് പോലെ ഒരു തട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് പേര് അങ്ങനെ റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പോകും. ഇതേപോലത്തെ ഒരു വണ്ടിയിൽ ഞാനൊരു ഫുൾ ഫാമിലി തന്നെ യാത്ര ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. യെസ് പോയിക്കോളൂ. എന്ത് ബിസ്ലേരിൻ്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റോ? ബിസ്ലേരി മാത്രമാണല്ലോ. ഓ, അവിടെ കുറേ എടുത്തു വെച്ചിട്ടുണ്ട്. വട തമ്പി 2 വട. വട അത് തമിഴ്നാട് തന്നെ കഴിക്കണം. ലേശം എണ്ണയുണ്ട്, പക്ഷെ കുഴപ്പമില്ല. സോഫ്റ്റ് സാധനം, നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റ്, നല്ല പൊളി. കിട്ടും, ഒന്നും പറയാനില്ല. കുറച്ചുകൂടെ കഴിച്ചാലോ. അങ്ങനെ ഞാൻ വീണ്ടും വണ്ടി നിർത്തി ചായ കുടിച്ചു. ഇതിന് മുന്നേ നിർത്തി, അവിടെ ലിലുണ്ടായിരുന്നില്ല കൂടെ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നിർത്താറുണ്ട്. ചില ഉറക്കം വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും കുടിക്കണം, ചായ കുടിച്ചാലും ശരിയാവും. പ്രത്യേകിച്ച് രാവിലെയൊക്കെ നല്ല തണുത്ത കാറ്റടിക്കുന്ന ഉറക്കം കൊടുക്കണം. പിന്നെ ഇന്ന് വളരെ സ്ലോ ആയി. എന്നാലും ഈ ടൈം കൊണ്ട് നമ്മൾ 200 കിലോമീറ്റർ കവർ ചെയ്തത്. 8:30 എടുത്താൽ ഇപ്പോൾ സമയം. പക്ഷേ അത് ഇന്ന് ഏതാണ്ട് 100 കിലോമീറ്റർ, വളരെ 100 കിലോമീറ്റർ എടുത്തത്. ഏതായാലും രണ്ടാമതും ഫുഡൊക്കെ കഴിച്ചു, അടിപൊളി ഫുഡ്. വീണ്ടും പോകാൻ പോകണം. ഈ ഇതല്ല, ഒരു മുരുകൻ ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ടൊരു കട, അതിൻ്റെ തൊട്ടടുത്താണ് നമ്മളുള്ളത്. അടിപൊളി കടയാണ്, ചെറിയ റേറ്റേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പോണ്ടിച്ചേരിയിലേക്കുള്ള എക്സിറ്റ് തീർന്നു. അങ്ങനെ പോണ്ടിച്ചേരി പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കി. എനിക്ക് ഇടയ്ക്ക് പോണ്ടിച്ചേരി പോകണമെന്നുണ്ടായിരുന്നു. സോ ഈ കാണുന്നത് മധുരൈക്കുള്ള റൂട്ടാണ്. തിരുച്ചിറപ്പള്ളി, മധുരൈ എല്ലാം പോകുന്ന ഈ റൂട്ടിലേക്കാണ്. സേലം ഇതണ്ട, അത്യാവശ്യം നല്ല വ്യൂ ആണ് ഇവിടെ ഉള്ളത്. നല്ല വ്യൂ. മഴ വരണ്ട് പോവേണ്ട ഭയങ്കര പ്രയാസമാണ് വണ്ടി ഓടിക്കാൻ മഴ കാരണം. THHൻ്റെ ഹെൽമെറ്റാണ് സംഭവം, നൈസ് ഹെൽമെറ്റാണ്. പക്ഷേ ഇതണ്ട, ഒരുപാട് സ്ക്രാച്ച് വന്നിട്ടുണ്ട് ഹെൽമെറ്റിൽ, കണ്ടമാനം സ്ക്രാച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് മഴ പെയ്യുമ്പം വല്ലാണ്ട് ഒരു ബുദ്ധിമുട്ടാണ്. ഹെൽമെറ്റ് വൈസർ തുറക്കാണ്ട് വണ്ടി ഓടിക്കാൻ പറ്റണില്ല. പക്ഷെ ഹെൽമെറ്റ് സൂപ്പർ ഹെൽമെറ്റാണ്, ഉണ്ടല്ലേ. അങ്ങനെ ഇന്ന് കന്യാകുമാരി എത്തണം, 5 മണിക്കുള്ളിൽ കന്യാകുമാരി എത്തണം എന്നാണ് നമ്മളുടെ പ്രതീക്ഷ. നിതു മുന്നിലുള്ള, ഞാൻ കുറച്ചുകൂടെ ബാക്കിലായിട്ട് ഓടിക്കുന്നത്. ഞാൻ എപ്പോഴും ഫോട്ടോസും വീഡിയോസും വ്ളോഗൊക്കെ ചെയ്തിട്ട് ഞാൻ വണ്ടി ഓടിക്കാം. കഴിഞ്ഞ കുറേ ദിവസം വലിയ വ്ളോഗൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ വീഡിയോ അറിയാം, വലിയ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, പലരും പറഞ്ഞു തരുന്നു വീഡിയോയിലൊന്നും ഇല്ല, കുറച്ച് എന്തെങ്കിലും ആഡ് ചെയ്യണം, ഇവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ പോകണം. പക്ഷേ ഇപ്പോൾ നമ്മുടെ അവസ്ഥ വളരെ മോശമായി. വിചാരിക്കാത്ത കുറച്ച് പണി നമുക്ക് കിട്ടി. അതുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് കഴിഞ്ഞ വീഡിയോസൊക്കെ ഒഴിവാക്കി. അല്ലെങ്കിൽ നമുക്ക് വരുന്ന വഴി ഒരു സൈറ്റ് സീയിങ് ഉണ്ടായിരുന്നു, നമുക്ക് അതിൽ ഒഴിവാക്കി നമ്മൾ വന്നത്. അതേപോലെ പോണ്ടിച്ചേരി നമ്മൾ ഒഴിവാക്കി, ധനുഷ്കോടി ഒഴിവാക്കി. ഏതായാലും കന്യാകുമാരി കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ ഒന്നുകൂടെ സ്ലോ ചെയ്യും.
അങ്ങനെ കന്യാകുമാരിക്കുള്ള റൂട്ടിൽ ഞാൻ 2 മലയാളീസിനെ പരിചയപ്പെട്ടു. നന്ദു മഹാദേവൻ ഡിക്സൺ. ഞങ്ങള് ഇപ്പോ ചെന്നൈയിലാണ്. ഞങ്ങൾ ചെന്നൈയിൽ MGR ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത്. ഞങ്ങളിപ്പോ ഒരു സീസണിന്റെ ഒരു പ്രത്യേകിച്ച് ഞങ്ങള് കമ്പം തേനി ഭാഗത്തേക്ക് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒരു ഫൈൻഡർ അത്രയല്ലേ ഉള്ളൂ. എല്ലാവരും ഇതും ഒരു ഫൈൻഡറാണ്. ഞങ്ങൾ അങ്ങോട്ട് ഒരു ഫൈൻഡിങ്ങിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാനും റൂട്ട് വെച്ച് ഫൈൻഡ് ചെയ്താണ്. തീർച്ചയായിട്ടും ഇത് ഞാൻ ഇദ്ദേഹത്തെ വളരെ രീതിയിൽ സമ്മതിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഈ വീഡിയോ ചെയ്യുന്ന ഒരാൾക്കറിയാം, ഒരു യാത്രക്കാരന്റെ ബുദ്ധിമുട്ടെന്നാണ് ഒരാൾക്കറിയാം. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ വന്ന അനുഭൂതി പറയുകയാണ്. ഈ ഒരു വഴപ്പെടും നല്ല മഴയാണ്, റോഡൊക്കെ നന്നായിട്ട് തെന്നി കിടക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരുന്നവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം സ്പീഡിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു കൺട്രോൾ ചെയ്ത് പോവുക. അപ്പൊ നിങ്ങൾക്ക് ഈ റൂട്ട് നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടും. പിന്നെ ആന്ധ്രാപ്രദേശ് പോലെ ഇവിടെ ബാരിയർ വളരെ കുറവാണ്. ആന്ധ്രാപ്രദേശ് വലിയ ബാരിയർ തന്നെ വെച്ചിട്ടുണ്ട് റോഡ് സൈഡിൽ, കന്നുകാലികൾ വരാതിരിക്കുക. പക്ഷെ എന്നാലും വരും, എങ്ങനെയെങ്കിലും ആയിട്ട് അത് എത്തും. ശരിയൊക്കെ പോയി. പക്ഷെ ഇവിടെ അത് വളരെ കുറവില്ല. ഈ കന്നുകാലി ഞാൻ എന്റെ തൊട്ട് മുന്നിലത്തെ വണ്ടിയാണ് ആന്ധ്രാപ്രദേശ്. അവിടെ വെച്ച് വണ്ടിയുടെ മുന്നിൽ പോത്ത് ചാടി എനിക്ക് കിട്ടേണ്ടതാണ്. ഞാൻ ആ വണ്ടി ഓവർടേക്ക് അടിച്ചായിരുന്നു. നിമിഷം, അതായത് കുറച്ച് നിമിഷങ്ങളുടെ ഒരു വ്യത്യാസം, ഞാൻ രക്ഷപ്പെട്ടു പോയത്. അപ്പൊ ആ വണ്ടി ഇടിച്ചാൽ കന്നുകാലി തെറിച്ചു പോയി. ആ വണ്ടിക്കാരന് ഫുൾ റോഡില് സ്കിഡായി ആളെ രക്ഷപ്പെട്ടു. പക്ഷെ അവിടെ അതിലായിരിക്കും ഒരു ഇൻസിഡന്റ് വലിയ മോശമായിട്ടൊന്നും ഇല്ല. ഞാൻ നിർത്തിയില്ല, ഞാൻ വേഗം പോയി. അപ്പൊ ഞാൻ സമയത്ത് അപ്പൊ എന്റെ ഒരു ഇതിൽ ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ ഒരു നേപ്പാൾ റൂട്ട്, ആ ഒരു റൂട്ടും? നേപ്പാൾ സൂപ്പറാണ്. ആണല്ലേ? തീർച്ചയായിട്ടും അടിപൊളിയാണ്. റൂട്ടൊക്കെ അടിപൊളിയാണ്. നാഷണൽ ഹൈവേ മാത്രം പിടിച്ചാൽ മതി, അടിപൊളിയായിട്ട് പോവാം. സ്റ്റേറ്റ് ഹൈവേ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഗ്രാമങ്ങളും മറ്റേ കാണാമെന്നല്ലാതെ ഒരുപാട് കുഴിയുണ്ടാവും, കുണ്ടും കുഴി. പിന്നെ റോഡ് ചിലയിടത്ത് വളരെ നേരിയ റോഡായിരിക്കും. ട്രക്കുകൾക്കൊന്നും അനുവാദം ഇല്ലാത്ത ചെറിയ ഏരിയാസ് ഉണ്ടാവും. പിന്നെ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് നമ്മള് സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ മാത്രം ഡിസ്റ്റൻസ് 100-200 കൂടുതലാണ്. പക്ഷെ നാഷണൽ പോയി കഴിഞ്ഞാൽ സേഫ്റ്റിയാണ്. മാത്രമല്ല പെട്ടെന്ന് പോവാ, ഒരേ സ്പീഡ് പോവാ. പിന്നെ ഈ പറഞ്ഞ കന്നുകാലിയുടെ ശല്യം ഒരു പരിധി വരെ കുറവാണ് സ്റ്റേറ്റായിട്ട് കമ്പയർ ചെയ്യുന്നത്. എനിക്ക് പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ജീവിതത്തില് ഈ ആത്മഹത്യ ചെയ്യാനിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ ഈ വിഷമിച്ച് ഓരോ സൈഡുകളിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഒന്ന് ചുമ്മാ നമ്മൾ കാണുന്നുണ്ട്, എല്ലാവരും എല്ലാ ദിവസവും കാണുന്നുണ്ട്. എന്നാലും ഇതുപോലത്തെ ഒരു മനുഷ്യനെ നിങ്ങൾ ഒന്ന് കണ്ടിരിക്കണം. കാരണം വേറൊന്നുമല്ല, ഇത് ഞാൻ എന്റെ ഒരു അനുഭൂതി പറയുന്നതാണ്. വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ് സത്യമായിട്ടും. കാരണം ഞങ്ങൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞങ്ങളിങ്ങനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു മീറ്റപ്പില്. ഇനി അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ രണ്ടുപേരും പിരിയാണ് ഇവിടുന്ന്. നമ്മൾ നേരെ തന്നെയാണ് പോകുന്നത്. നമ്മുടെ രണ്ട് ഡെസ്റ്റിനേഷൻ അല്ലേ നമ്മൾ രണ്ടുപേരും. ഇവിടുന്ന് ഞങ്ങൾ ഏകദേശം ഒരു 200 കിലോമീറ്റേഴ്സ് ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും. ഫോറസ്റ്റ് ആണ്, കുറച്ച് ഫോറസ്റ്റ് റൂട്ടാണ് നമ്മൾ. എന്നാലും മലയാണ്, നമ്മളിപ്പോ പോകുന്ന റൂട്ട്. ഏതായാലും ശരി, നമുക്ക് ഇനി റോഡിൽ വെച്ച് കാണാം. 200 കിലോമീറ്റർ ഉണ്ടാവുന്ന പറഞ്ഞേ. പക്ഷെ ഞാൻ സ്ലോയിൽ ഓടിക്കുന്ന ആളെന്ന്. സീനറെ കണ്ടു കഴിഞ്ഞാല് പിന്നെ ഇടയ്ക്ക് കാലൊക്കെ വേദനിച്ചു കഴിഞ്ഞാൽ 70-60 ഞാൻ കുറക്കും. ഒരു 10 കിലോമീറ്റർ വീണ്ടും ഞാൻ ക്ലാസിക്കാണ്. അത് കാരണം വൈബ്രേഷനും കാര്യങ്ങളൊക്കെ അതെന്റെ വണ്ടിക്കില്ല. ഒരു മിനിറ്റ്, 1 മിനിറ്റ് ഞാൻ സ്റ്റോപ്പ് ചെയ്യട്ടെ. പറയണ്ട്. പറ. ഞാൻ 312 കിലോമീറ്റർ. ഓക്കെ. നീ അങ്ങോട്ട് വിട്ടോ. ഡണ്ടിഗൽ എടുത്തിക്കോ. ഞാനാ കന്യാകുമാരി. ഓക്കെ. ഓട്ടൻ അടക്കെടുത്ത്. അങ്ങനെ നമ്മള് തിരുച്ചിറപ്പള്ളി എത്തി. ഇവിടുന്ന് ഡിണ്ടിഗലിലേക്കാണ് പോകുന്നത്. നാഷണൽ ഹൈവേ നമ്പർ 83. മൊത്തം 98 കിലോമീറ്റർ ഇവിടുന്ന് ഡിണ്ടിഗലിലേക്ക്. ഞങ്ങളിപ്പോൾ വേറെ റൂട്ട് എടുത്തു. കന്യാകുമാരി റൂട്ട് വിട്ടു. നമ്മൾ എന്നിട്ട് മറ്റൊരു റൂട്ടിലേക്ക് നമ്മൾ കയറിയേക്കുന്നത്. മറ്റേ റൂട്ട് കന്യാകുമാരി റൂട്ടാണെങ്കിൽ അത് മധുരൈ വഴി കന്യാകുമാരിക്ക് പോകും. പക്ഷേ ഇത്
ദിണ്ടികളിലേക്ക് നേരെ പോകുന്നത്. ദിണ്ടികളിൽ നിന്ന് മധുരൈ, മധുരയിൽ നിന്ന് കന്യാകുമാരി. എന്താണിത്? ഫുൾ ടാങ്ക് ഇതിരിക്ക. ആ, കേരള വണ്ടി. ഫുൾ ഇന്ത്യ മൊത്തം, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ മൊത്തം കറങ്ങി വന്നേച്ച് തിരിച്ച് കേരളം പോകുന്നത്. കാർഡ് എടുക്കല്ലേ? ആ, ഓക്കെ ഓക്കെ. 76.98 77. സുഖം. ടോയ്ലറ്റിന്റെ ബിൽഡിങ്ങിന്റെ പേരാണ് സുഖം. കൊള്ളാലോ. തമിഴിൽ അങ്ങനെയാണോ? HP പെട്രോൾ അടിക്കുക, കാർഡ് കൊണ്ട് പേയ്മെന്റ് നടത്തുക, പേ ബാക്ക് കിട്ടും, മണി ബാക്ക് കിട്ടാറുണ്ട് എനിക്ക്. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ HP ഭാരത് പെട്രോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടാറ്. ഇന്ത്യൻ ഓയിലും കിട്ടാറുണ്ട്, പക്ഷെ വളരെ കുറവാണ്. ബസക്കണേ ബസക്കണേ. 20 ഇല്ല, 18. Come on baby, oya oya. ഡിണ്ടിഗൽ സിറ്റി മുനിസിപ്പൽ കോർപ്പറേറ്റ്. ഡിണ്ടിഗൽ എത്തി. ഇനി ബിരിയാണി എവിടെ കിട്ടും എന്ന് അന്വേഷിക്കണം. ഇതുപോലെ അന്വേഷിക്കേണ്ടവന് തമിഴ് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം. യു-ടേൺ എടുത്തിട്ട് ബൈപ്പാസ് വഴി പോകാനാണ് പറയുന്നത്. ഡിണ്ടിഗൽ തലപ്പക്കാത്തി ബിരിയാണി റെസ്റ്റോറൻറ്റ്, ബൈപ്പാസ് റോഡ്, സിൻസ് 1957. നല്ല കുഴപ്പമുണ്ടല്ലോ. ഫുഡ് അതേപോലെ ആയാൽ മതി. ഭയങ്കര സെറ്റപ്പാണ്. കഴിക്കന്നെ. കിട്ടി. ദിണ്ടിഗൽ ബിരിയാണി എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ദിണ്ടിഗൽ ബിരിയാണി, ദിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി. ഇതാണിത്. അടിപൊളിയല്ലേ? മട്ടൻ ബിരിയാണി അല്ലേ? മട്ടൻ എങ്ങനെയുണ്ട്? നമ്മളെ സാധാ ബിരിയാണിയിൽ കമ്പയർ ചെയ്യുമ്പോൾ തമിഴ്നാട് സ്റ്റൈലൊക്കെ വരുമ്പോൾ മാറില്ല നമ്മളെ ബിരിയാണി. അങ്ങനെ എന്നിട്ട് പറഞ്ഞേ എരിവൊക്കെ ഉണ്ടായിട്ട് നല്ല സൂപ്പറാണ്. ചിക്കൻ ബിരിയാണി ടേസ്റ്റ് ചെയ്തേ എങ്ങനെയുണ്ട് പറയാം. അങ്ങോട്ട് ചിക്കൻ ബിരിയാണി 2 ഏകദേശം ഒരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ മട്ടൻ കുറച്ചുകൂടി സ്പൈസിയാണ്. ചിക്കൻ എത്തുമ്പോൾ നല്ല മട്ടൺ തന്നെ കേട്ടോ.
വൈകലും കഴിഞ്ഞു. എന്താ ഇവിടെ കന്യാകുമാരിയിൽ എന്നെക്കാളും 2 മണിക്കൂർ മുന്നേ അല്ല, എത്ര മണിക്കൂർ? 2 മണിക്കൂറല്ലേ? കുറേ 2 മണിക്കൂർ മുന്നേ ആയിട്ട് എത്തി നിന്നു. റൂം എടുത്ത് വരുന്ന വഴിക്ക് നല്ല മഴയാണ്. മഴ മാത്രമല്ല, കാറ്റ് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വണ്ടി കാറ്റത്ത് പറന്നു വരുന്നു. ഭയങ്കര ഷേക്കിംഗ് ആയിരുന്നു വണ്ടി. പിന്നെ റോഡ് ചില സ്ഥലത്ത് ചെറുതായിട്ട് മോശമായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ട്രാഫിക് കൂടി, റോഡിൽ ഒരുപാട് വണ്ടികളായി. പിന്നെ കന്യാകുമാരി എത്തുന്ന ഈ ടൈം വരെ നല്ല ട്രാഫിക് തന്നെയായിരുന്നു റോഡിൽ, ഭയങ്കര സ്പീഡിൽ വണ്ടികളൊക്കെ എത്തി. ഏതായാലും ഇതുവരേക്കും ഇങ്ങനെ ഓൾ ഇന്ത്യ റൈഡ് അവസാന ഘട്ടത്തിലേക്കായി. ഇതുവരേക്കും ചെറുക്കാൻ നമ്മളെവിടെയും ബുദ്ധിമുട്ടിച്ചില്ല. വണ്ടിക്ക് തേണ്ട എയറോ ഒക്കെ ഉണ്ട്. ബാക്കിയുള്ള സൂപ്പറായിട്ടില്ല. ഫുള്ള് വെള്ളത്തിലാണ്. ഷൂസെല്ലാം വെള്ളത്തില്, ഷൂസെല്ലാം പോയി. പുതിയ ഷൂസാണ്, പൊട്ടി കീറി. ഇതാണ് അവസ്ഥ. അപ്പൊ ശരി, ഇനി ഫുഡ് കഴിക്കാൻ പോകണം. 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഗ്ലൗസ് ഇട്ട് ഓടിക്കാൻ. ഞാൻ 2 ദിവസം ഗ്ലൗസ് ഇല്ലാണ്ട് ഓടിച്ചു. ഇതിൻ്റെ അവസ്ഥ അല്ലേ, 2 കളർ. പിന്നെ ഷൂസ് അതിൻ്റെ അവസ്ഥ അല്ലേ. ഇതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ ഇത് നിങ്ങൾക്കൊന്ന് കിട്ടിയിരുന്നു. രാജസ്ഥാൻ്റെ ജയ്പൂർ വീഡിയോ ഉണ്ട്. നല്ല മഴ വരുന്ന വഴിക്കുണ്ടായത്. ഇന്ന് രാവിലെ മുതലുള്ള മഴയത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഷൂസ് കീറി കാലിൻ്റെ അവസ്ഥ ഉണ്ടായി. നല്ല വേദനയാണ്. എപ്പോഴും പറ്റിയെങ്കിൽ പിഴിയുക. എവിടെയെങ്കിലും ബ്രേക്ക് എടുക്കുമ്പോൾ സോക്സ് പിഴിയാൻ ഷൂസിൽ വെള്ളം കളയുക. ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഷൂസ് ഒന്ന് ഉണക്കാൻ വെക്കുക. പക്ഷെ കാലിങ്ങനെ പോകുന്നത് വളരെ ഡേഞ്ചറാണ്, രോഗം പിടിക്കും. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ 2 കൊത്തു പൊറാട്ട പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഐറ്റംസിൻ്റെ കേരളത്തിൽ പോയാലേ കിട്ടുള്ളൂ. ഇത് തമിഴ്നാടല്ലേ, അതിന് ഫുഡ് വെക്കാൻ. അങ്ങനെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. കന്യാകുമാരി എത്തി, ഇവിടെ റൂമിനടുത്ത് ഭക്ഷണം കഴിച്ചു, എല്ലാം കഴിഞ്ഞു. ഇനി നാളെ കന്യാകുമാരി സൈറ്റ് സീയിങ് ആണ്. ആകെ 2 കാര്യങ്ങൾ മെയിനായിട്ട്. സൺറൈസ് ഉണ്ട്, വിവേകാനന്ദ പാറയുണ്ട്. ഇത് 2ആണ് നാളത്തെ മെയിൻ. പിന്നെ നാളെ ആലപ്പുഴ എത്തണം. നാളെ രാത്രി ആലപ്പുഴ സ്റ്റേ ചെയ്യാനാണ് പ്ലാന്. നിങ്ങൾ ഈ ചാനൽ പുതിയതാണ്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഗുഡ് നൈറ്റ്.